എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാംസങ് ഡബിൾ ഡോർ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ കാർഡാണിത്. IPM വരുന്ന ചെറിയൊരു കാർഡുണ്ട്. 2 ബോർഡ് ഉണ്ടാവും, ഒരു വലിയ ബോർഡ് ഒരു ചെറിയ ബോർഡ്. അതിൽ ചെറിയ IPM മൊഡ്യൂൾ വരുന്ന കാർഡാണിത്. അപ്പോൾ ഈ കാർഡാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ കാർഡിൻ്റെ പ്രോബ്ലം ഇത് 1 ടൈം ബ്ലിങ്കിങ്ങിനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IPM കൺട്രോളർ ഇപ്പോൾ നമ്മൾ പുതിയ മോഡിഫിക്കേഷൻ വരുത്തി പുതിയ രീതിയിലുള്ള IPM കൺട്രോളറുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് പഴയതാണ്. മറ്റേത് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് അപ്പോൾ ഈ IPM കൺട്രോളർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. എങ്ങനെയാണ് ഈ IPM കൺട്രോളർ ഈ ഒരു ബോർഡിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡീറ്റെയിൽസും പിന്നെ UVW ടെസ്റ്ററും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വയർ കണക്ഷൻ, ഇതിൽ ഒരു നെഗറ്റീവ് വയറും ഒരു പോസിറ്റീവ് വയറും ഉണ്ടാവും. അപ്പോൾ ഇതേ കണക്കുള്ള ബോർഡ് വരുമ്പോഴത്തേക്കും ഇത് പൾസ് റേറ്റഡ് മൊഡ്യൂളാണ്. അതായത് പൾസ് കൊടുത്ത് ഈ ഒരു ബോർഡിന് ഈ ഒരു IPMനെ ഓൺ ചെയ്ത് നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും ഈ IPM ഓൺ ആക്കാനും പറ്റും. ഓൺ ആക്കാനും അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഇവിടെ വരുന്നത് ഈ ഒരു പിന്നിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 5 വോൾട്ടും RPM എന്നുള്ളത് സ്പീഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഒപ്റ്റോ കപ്ലർ, അതായത് ഈ ഒരു ഒപ്റ്റോ കപ്ലറാണ് ഈ IPMനെ ഓൺ ആക്കുകയും അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പോസിറ്റീവ്, അതായത് 5 വോൾട്ടിലുള്ളതിൽ നമുക്കിതിൻ്റെ പോസിറ്റീവ് സപ്ലൈ, ഇതിവിടെ നിന്ന് വരുന്ന ഈ കൺട്രോളറിനകത്ത് നിന്ന് വരുന്ന പോസിറ്റീവ് സപ്ലൈ നമുക്കിവിടെ ഈ 5 വോൾട്ടിൽ കൊടുക്കാം. അത് നെഗറ്റീവ് സപ്ലൈ ആണ് RPMൽ കൊടുക്കേണ്ടത്. RPMൽ നെഗറ്റീവ് സപ്ലൈ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബോർഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് IPM UVW ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ഇതിൽ കണക്ഷൻ കൊടുക്കാം. UVW ടെസ്റ്ററിൻ്റെ കണക്ഷൻ ഓക്കെ. ഇപ്പോൾ UVWൻ്റെ ടെസ്റ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ IPM ഓൺ ആകുമ്പോഴത്തേക്കും ഈ LED, അതായത് UVWൻ്റെ LED ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി ഓഫായിട്ട് ഇത് എറർ കോഡ് തരും. അതെന്ന് പറയുന്നത് നമ്മുടെ ഇത് വെറും ടെസ്റ്റർ മാത്രമാണ്. ജസ്റ്റ് ഈ IPM ഓണായി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റർ മാത്രമാണ്. ഈ IPM കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഡ് എടുക്കണം. അതായത് കംപ്രസറിൻ്റെ ലോഡ് എടുത്താൽ മാത്രമേ ഈ IPM കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്കിനി ഇതിൽ പവർ കണക്ട് ചെയ്യാം. ഈ ബോർഡിൽ പവർ കണക്ട് ചെയ്യാം. ഈ സൈഡിലുള്ള ഇതാണ് പവറിൻ്റെ കണക്ഷൻ വരുന്നത്. പവറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. IPM ടെസ്റ്ററും വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഈ LED ആണ്. ഈ LED ആണ് നമുക്ക് ഇൻഡിക്കേഷനുകൾ കാര്യങ്ങളൊക്കെ തരുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് IPM കൺട്രോളറിൻ്റെ കണക്ഷൻ കൊടുത്തതെന്നും പിന്നെ ടെസ്റ്ററിൻ്റെ കണക്ഷൻ കൊടുത്തതെന്നും നമ്മൾ കണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പവർ കണക്ഷൻ പ്ലഗ് ചെയ്യാം. പവർ പ്ലഗ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വോൾട്ടേജ് ലോഡായി അല്ലെങ്കിൽ വോൾട്ടേജ് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു LED ആദ്യം ഒന്ന് കത്തി അങ്ങ് ഓഫാവും. പിന്നെ എറർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IPM ഡയറക്റ്റ് ഷോർട്ടിങ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ LED കത്തി കിടക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ LED കത്തത്തില്ല. IPMൻ്റെ ഔട്ട്പുട്ട്, അതായത് UVWൻ്റെ ഔട്ട്പുട്ട്, UVWയിൽ എന്തെങ്കിലും ഷോർട്ടിങ്ങോ ഇൻറ്റേർണൽ ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു LED കത്തി കിടക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കത്തത്തില്ല, LED കത്തത്തില്ല. ഈ ടെസ്റ്ററിൻ്റെ LED കത്തത്തില്ല.
ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പവർ കൊടുക്കാം. പവർ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് ഈ ഒരു ബോർഡ് കറക്റ്റ് ഷോർട്ടിങ് ഒന്നും ഇല്ലെങ്കിലും ഇതൊരു ഹൈ വോൾട്ടേജ് ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് ഷോർട്ടിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീരിയലിൽ കണക്ഷൻ കൊടുത്ത് മാത്രമേ ഇത് ഓൺ ചെയ്യാവൂ. സീരിയലിൽ കണക്ഷൻ കൊടുത്ത് ഇത് വർക്കിംഗ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാവുള്ളൂ. ഇല്ലാന്ന് സർവീസിന് വന്നിട്ടുള്ള ഏതൊരു ബോർഡും അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന മറ്റ് കമ്പോണൻസുകളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പവർ കണക്ഷൻ കൊടുക്കാം. ഞാനിപ്പോൾ സീരിയലിലാണ് കൊടുക്കുന്നത്. സീരിയൽ കൊടുത്ത് ബൾബ് കത്തി, ഇവിടുത്തെ LED കത്തിയിട്ട് അങ്ങ് അണഞ്ഞു. അപ്പോൾ ബോർഡിനകത്ത് പവർ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ സിസ്റ്റങ്ങളും വർക്കിംഗ് കണ്ടീഷനാണ്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുകൊണ്ടിട്ടാണ് ആ LED ഓണായിട്ട് ഓഫായി പോയത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഫുള്ള് ലോയിൽ വെക്കണം. ലോയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് പവർ ഓൺ ചെയ്യാൻ. മറ്റേ ഇപ്പോൾ പുതിയതിൽ ഉണ്ടാക്കിയതിൽ ഈ വോളിയം കൺട്രോളർ തന്നെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ലോയിലായിരിക്കും കിടക്കുന്നത്. ഇനി അടുത്തത് നമ്മളിപ്പോൾ പവർ മൊഡ്യൂൾ ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡെപ്ത്ത്, അതായത് സിഗ്നൽ കറക്റ്റായിട്ട് പോകും. ഈ സിഗ്നലിൻ്റെ ഡെപ്ത്ത് കൂട്ടി കൊടുക്കുകയാണ്. ഈ സിഗ്നലിൻ്റെ ഡെപ്ത്ത് കൂട്ടുമ്പോഴത്തേക്കും ഈ ഒരു ബ്ലൂ കളർ LEDയുടെ വെട്ടം മാറി മാറി അത് ഹൈ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ IPM എടുത്തത് കൊണ്ടിട്ടാണ് ഈ ബോർഡിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് വൺ ടൈം ബ്ലിങ്കിങ് ആണ്. അതായത് ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് ഓഫ് ആവുന്നതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം വരാൻ കാരണം ഈ ബോർഡിൻ്റെ ഫോൾട്ടി IPM ആയതുകൊണ്ടിട്ടാണ്. ഈ ബോർഡിൻ്റെ IPM കംപ്ലൈൻ്റ് ആണ്. നമുക്ക് ഈ IPMൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ IPM റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു IPM ആദ്യം മാറ്റിയിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കംപ്ലൈൻറ്റ്, ഈ വൺ ടൈം ബ്ലിങ്കിങ് കംപ്ലൈൻറ്റ് എന്നാണ് ഫോൾട്ടി IPM ആയതുകൊണ്ടിട്ടാണ് ആ ഒരു വൺ ടൈം ബ്ലിങ്കിങ്ങിലോട്ട് വരുന്നത്. നമ്മുടെ ടെസ്റ്ററെല്ലാം ഒരു മാറ്റി, ഇത് ഈ കപ്പാസിറ്റർ ചാർജിങ് ഫുള്ള് ചാർജായിട്ട് നിൽക്കുന്ന ടൈമാണ്. അത് ഡിസ്ചാർജ് ആവാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സീരിയൽ ബൾബ് അതിൽ കണക്ഷൻ കൊടുക്കാം. അപ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് ഡിസ്ചാർജായി മാറിക്കോളും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ IPM ഇതിൽ നിന്ന് അഴിച്ചെടുക്കാം. ഇതൊരു സിംഗിൾ ലെയർ ബോർഡായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡീസോൾഡറിങ് പമ്പ് ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഡീസോൾഡറിങ് വയർ ഉപയോഗിച്ചിട്ടോ നമുക്കിത് അഴിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ടൈപ്പ് ഡീസോൾഡറിങ് വയറാണ്. ഇതിനകത്ത് തന്നെ ഫ്ലെക്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഒരു 45 റുപ്പീസിനകത്ത് ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് പ്രത്യേകം ഫ്ലെക്സ് കാര്യങ്ങളൊന്നും ഇതിന് അപ്ലൈ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതിൻ്റെ IPM നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. IGCM 04G60HA ഇതാണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഈ IPM ആണ് ഇതിൽ പോയിരിക്കുന്നത്, ക്വാളിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇത് വേറെ ഒരു സെയിം ബോർഡിൽ നിന്ന് നമ്മൾ അഴിച്ചെടുത്തിട്ടുള്ള ഒരു IPM ആണ്. അപ്പോൾ ഈ IPM നമുക്കിതിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ഈ IPM ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ
IPM ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വേറെ IPM സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ച് അതേ കണക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ടെസ്റ്ററിൻ്റെ കണക്ഷനും അപ്പോൾ പവർ കൊടുക്കുകയാണ്, സീരിയലിൽ പവർ കൊടുക്കുകയാണ്. അത് കത്തിയിട്ട് ഓഫായി. ഇനി നമ്മുടെ കൺട്രോളർ ഓൺ ചെയ്ത് ഇപ്പോൾ 1 2 3 3 ടൈം ബ്ലിങ്കിങ് വന്നു. കംപ്രസർ എടുത്തിട്ടാണ് 3 ടൈം ബ്ലിങ്കിങ് വന്നത്. 3 ടൈം ബ്ലിങ്കിങ് എന്ന് വെച്ചാൽ കംപ്രസർ ലോഡ് എടുക്കാത്തത് കൊണ്ടിട്ടാണ് ബ്ലിങ്കിങ് വന്നത്. അത് കംപ്രസർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും ഈ 3 ടൈം ബ്ലിങ്കിങ് വരും. IPM കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും 3 ടൈം ബ്ലിങ്കിങ് വരും. ഇതൊരു എറർ കോഡാണ്. ചില ബോർഡുകൾ അങ്ങനെയുണ്ട്. കംപ്രസറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കംപ്രസർ ലോഡ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഓവർലോഡ് എടുത്തു കഴിഞ്ഞാലും ഓവർലോഡ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു എററാണ് കാണിക്കുന്നത്. ലോഡ് എടുക്കാതെ വരുന്ന ടൈമിലാണ് നമുക്ക് 3 ടൈം ബ്ലിങ്കിങ്ങിലോട്ട് പോകുന്നത്. നമുക്ക് ഒന്നും കൂടെ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. ആ ബ്ലിങ്കിങ് എറർ മാറണം. ആ ബ്ലിങ്കിങ് മാറിയാൽ ഓക്കെ. ഇപ്പോൾ കപ്പാസിറ്റർ ഫുള്ള് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാം. ഓണാക്കിയിട്ടുണ്ട്. ഇനി PWM ഔട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡെപ്ത് കൂട്ടി കംപ്രസർ എടുത്ത് ഓഫായി. അപ്പോൾ ഈ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് IPM ആയിരുന്നു. IPM മാറി റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെയാണ് UVW ടെസ്റ്ററും IPM കൺട്രോളറും ഉപയോഗിക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെൽ ഐക്കണോടെ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.